Hi, welcome back to my YouTube channel. So, ഇന്നാണ് OCയുടെ വളകാപ്പ്. വളകാപ്പ്, you guys must be familiar with. It's a pregnancy function. I think 7th or 8th month of pregnancy നടത്തുന്ന ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് OCയുടെ കഴിഞ്ഞ പരിപാടി പോലെയല്ല, കുറച്ചുകൂടെ ഗ്രാൻഡാണ്. കാരണം കഴിഞ്ഞ പരിപാടിക്ക് നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ കുറച്ചുകൂടെ എണ്ണം കുറവായിരുന്നു. ഇത് കുറേ കൂടെ ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ഐ തിങ്ക് എ ബിഗർ ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പരിപാടിക്ക് ഞാൻ ദേവനെ അർജുനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തു. ഇതിങ്ങനെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാങ് മൊത്തത്തിൽ വരുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു എന്തായാലും ഒരു വ്ളോഗ് എടുക്കാം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് കുറേ കാലമായി തോന്നുന്നു ഒരുമിച്ച്. എനിവേസ്, സോ ഇന്ന് ഞാനൊരു ഹാഫ് സാരിയാണ് എടുക്കുന്നത്. അമ്മു മൻസും ഹാഫ് സാരിയാണ്. ആൻഡ് ദിസ് ടൈം ഐ വെൻറ്റ് വിത്ത് എ ഡാർക്കർ ഷെയ്ഡ് ബിക്കോസ് ഞാൻ എൻ്റെ കഴിഞ്ഞ മിക്ക പരിപാടി എടുത്ത് നോക്കിയപ്പോഴും ഐ വാസ് വെയറിങ് സാരി ഒരു ഹാഫ് സാരി. ഇറ്റ് വാസ് ലൈറ്റ് കളർ. OCയുടെ വെഡ്ഡിങ്ങിന് പിങ്ക് ആയിരുന്നു. OCയുടെ കഴിഞ്ഞ 2 പ്രഗ്നൻസി ഫംഗ്ഷനും ലൈറ്റ് ഷെയ്ഡ്സ് ആയിരുന്നു. സോ ഇത്തവണ I thought of going for a darker shade. So OCയുടെ സാരി തന്നെയാണ് ഞാൻ വെട്ടി തെച്ച് ഹാഫ് സാരി ആക്കിയത്. അത് തെച്ച് വന്നപ്പോൾ ആക്ച്വലി നല്ല രസമുണ്ട്. സോ നമ്മുടെ ഈ ഫംഗ്ഷൻ ആക്ച്വലി ഈവനിങ്ങേ ഉള്ളൂ. 4 to 8 ആണ്. ഗോൾഫ് ക്ലബിലാണ്. ഗോൾഫ് ക്ലബ്ബ് നമ്മുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഒരു 1 kilometer കാണും, അത്ര അടുത്താണ്. പക്ഷെ മിക്കപ്പോഴും നമ്മളല്ല ഞാൻ റെഡിയായി വരുമ്പോൾ ലേറ്റ് ആവും. എൻ്റെ പരിപാടി അല്ല എങ്കിൽ പോലും ലേറ്റ് ആവും. അതെൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഉച്ച ആയതേ ഉള്ളൂ, ലഞ്ച് കഴിച്ചില്ല. 12:30 എന്തോ ആയതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴേ മേക്കപ്പ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് ഒരു 3 മണിക്ക് അവിടെ എത്താം. കാരണം നേരത്തെ എത്തിയുടെ കുറച്ചു നേരം വെറുതെ ഇരിക്കാനാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ലേറ്റ് ആവണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും പോയി റെഡി ആയിട്ട് വരാം. കം. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബിഫോർ ഐ പുട്ട് മേക്കപ്പ് ഐ ഓൾവേസ് ലൈക്ക് ടു ഡു മൈ സ്കിൻ കെയർ. കാരണം സ്കിൻ പ്രെപ്പിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഗോയിങ് ടു ഷൂട്ട് ഓർ ഹെഡിങ് ഔട്ട് സൈഡ്. എനിക്ക് ആ ഒരു ഹൈഡ്രേറ്റഡ് ഗ്ലോ തന്നെ എൻ്റെ ഫേസിൽ വേണം. സാധാരണ ഗ്ലോ ഒന്നുമല്ല, ഒരു ഹൈഡ്രേറ്റഡ് ഗ്ലോ. സ്റ്റിൽ യൂസിങ് മൈ ഫേവറേറ്റ് മാമഎർത്തിൻ്റെ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ്. താങ്ക്സ് ടു ചിയ ആൻഡ് സെറമൈഡ് ഇൻ ദിസ് പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിനെ കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ഓഫ് ചെയ്ത് കളയത്തില്ല. പകരം ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ലോക്ക് ഇൻ ദ ഹൈഡ്രേഷൻ. മൈ സ്കിൻ ഫീൽസ് സോ സോഫ്റ്റ്, ഫ്രഷ് ആൻഡ് റെഡി ഫോർ മേക്കപ്പ്. ഈ ഹൈഡ്രേഷൻ കാരണം കിട്ടുന്നൊരു ഗ്ലോ ഉണ്ടല്ലോ, ഐ ആബ്സല്യൂട്ട്ലി ലവ് ദാറ്റ്. അപ്പോൾ നമുക്കിനി പോയി കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് മാമഎർത്തിൻ്റെ തന്നെ ചിയ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. സോ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ യു മസ്റ്റ് ഹാവ് എൻ ഐഡിയ ഹൗ ഐ ആബ്സല്യൂട്ട്ലി ലവ് ദിസ് പ്രോഡക്റ്റ്. കാരണം ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ്, സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് സ്കിന്നിൽ ഇടുന്നതും അങ്ങ് സിങ്കിനാവും. ഒരു സ്റ്റിക്കിനെസ് ഇല്ല, ഒരു ഹെവിനെസ് ഇല്ല, ജസ്റ്റ് കാം ബാലൻസ്ഡ് സ്കിൻ ത്രൂ ഔട്ട് ദ ഡേ. സോ ഞാനിത് മേക്കപ്പിൻ്റെ മുന്നെയാണ് സ്കിന്നിലിടുന്നത്. ഇതിട്ടിട്ട് ഇതിൻ്റെ മേലെ കൂടെ മേക്കപ്പ് ഇടുമ്പോഴും ഇറ്റ് സ്റ്റേസ് ദെയർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആ ഒരു ഗ്ലോവും അവിടെ തന്നെ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇത് മാമഎർത്തിൻ്റെ തന്നെ ചിയ കാമിങ് ഫേസ് ക്ലെൻസറാണ്. ഇത് എനിക്ക് പറ്റിയ ഐറ്റം അല്ല, കാരണം ഇത് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കാണ്. എനിക്ക് ആസ് യു നോ ഓയിലി സ്കിന്നാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ പലതരം സ്കിന്നുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഇത് എൻ്റെ സിസ്റ്റേഴ്സിൽ ഒരാൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഷീ സെഡ് ഇതും അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. സോ നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ള ആളാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് പ്രോഡക്റ്റ് ഔട്ട്. കാരണം ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഐ ആബ്സല്യൂട്ട്ലി ലവ്. സോ ഐ എം ഷുവർ ദിസ് ഇസ് ഓൾസോ എ ഗ്രേറ്റ് പ്രോഡക്റ്റ്. സോ ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്നതായിരിക്കും. ഓൾസോ എൻ്റെ കൂപ്പോൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട ടു ഗെറ്റ് എ ഡിസ്കൗണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം റെഡി ആവട്ടെ. സോ യെസ്, ദിസ് ഈസ് വാട്ട് ഐ എം വെയറിങ് ടുഡേ. ഇതിന് മുന്നേ കുറേ കാര്യങ്ങൾ നടന്നു, പക്ഷെ അത് ഞാൻ ഇനി കാണിക്കാം. ഹസീനാൻറ്റി വന്നു. നമ്മൾ ഹസീനാൻറ്റി തീർന്നതിൽ നിന്ന് വന്നിട്ട് നമുക്ക് 20 പേർക്ക് ഫുഡ് കുക്ക് ചെയ്താണ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ ഹെയർ ചെയ്യാൻ ഗോൾഫ് ക്ലബ്ബിൽ വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. ബട്ട് ഐ വോണ്ട് ടു ഡു ദിസ് ട്രാൻസിഷൻ. അതാണ് ഞങ്ങൾക്ക് ചെയ്തത്. ഇത് OCയുടെ തന്നെ സാരി ഹാഫ് സാരി ആക്കി സ്റ്റിച്ച് ചെയ്തതാണ്. ഐ റിയലി ലവ് ഹൗ ഇറ്റ് ലുക്സ്. ആ കളർ കോമ്പിനേഷനും എല്ലാം നല്ലപോലെ സക്സസ് ആയിട്ട് തന്നെ വന്നു. സോ ദിസ് ഇസ് ദ വെന്യൂ. ഗോൾഫ് ക്ലബ്ബാണ്. വെരി നൈസ്. ഇന്ന് വെതറും വെരി ഗുഡ് വെതർ. ചൂടാണ്, പക്ഷേ മഴേനെക്കാട്ടിൽ വേറും ചൂട് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരാൾ മാത്രം ഹാഫ് സാരി അല്ല, ബാക്കി എല്ലാവരും ഹാഫ് സാരിയാണ്. ഞാൻ ആക്ച്വലി ദേവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹാഫ് സാരിയുടെ കാര്യം. പക്ഷേ സ്റ്റൈലായിട്ട് അങ്ങനെ വന്നു. ഉള്ളതല്ലേ. ദേവനാണ് ക്യാമറയുടെ പിന്നിലാണ്.
മതിയല്ലേ? ഓക്കെ 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 ഓക്കെ. ഹലോ സോ ഹസീന ആന്റി ഒരു വലിയ കവർ സാധനങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണ് എന്ന് നമ്മൾ ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും. യെസ് പ്ലീസ്. Okay, I'm excited. എത്ര നേരം എടുത്തു സമയം? ഇന്നലെ ഒക്കെ പ്രപ്പ് ചെയ്തു. പിന്നെ ഇന്ന് രാവിലെ 6 o'clock 8 o'clock. She wants to see. 1 2 3. How you made this? 8 o'clock finished. I started at 6 o'clock and then Dedicated. Without a task to end them, with a bunch of carrying a jar. കഴിഞ്ഞു പെട്ടു. cream rice. How to do? സോ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. ഇന്ന് പരിപാടി ഗോൾഫ് ക്ലബിലാണ് നടക്കുന്നത്. അപ്പോൾ ഗോൾഫ് ക്ലബിൽ നമ്മളൊരു റൂം എടുത്തായിരുന്നു, 2 റൂം എടുത്തു. ആൻഡ് ഞാനിപ്പോൾ എൻ്റെ ഹെയർ ചെയ്യുന്നു. ദിസ് ഈസ് ഋതു. ഹായ് ഋതു. ഋതു ഞാനും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു, ഹെയർ ഋതു ചെയ്യുന്നു. ഇന്ന് ഞാൻ കുറച്ച് ഒരു ഹാഫ് മുടി അഴിച്ചിട്ടിട്ട് ഹാഫ് മുടി ബാക്കിൽ കെട്ടി വെക്കുന്ന ഒരു ടൈപ്പ് ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. ചൂടെടുക്കും, ബട്ട് ഓസിയുടെ വെഡ്ഡിങ്ങിന് ഞാൻ ഹാഫ് സാരിയുടെ ഫുൾ ബ്രെയ്ഡ് ചെയ്തതുകൊണ്ട് ഐ തോട്ട് ഇത്തവണ ഒരു ഡിഫറൻസിന് ആ ഹെയർ സ്റ്റൈൽ ചെയ്യാം. മുല്ലപ്പൂ വയ്ക്കുന്നു ഇപ്പോൾ. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ഷോർട്സ് ഇപ്പം നടക്കുന്നതിൻ്റെ എന്നോട് എടുക്കാൻ പറഞ്ഞു. ഹായ് ഗൈസ്, ഇഷാനി റെഡി ആവുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ഇപ്പം ഇറങ്ങും 5 minutes. ഞാൻ പറഞ്ഞ അച്ഛൻ സുഹൃത്തായിരിക്കും. പക്ഷെ എല്ലാരും ഹാഫ് സാരിയിലൊക്കെ എടി ഞാൻ അറിഞ്ഞില്ല, ദേവൻ പറഞ്ഞായിരുന്നു എല്ലാരും ഇത്ര വരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, നീ ചോദിച്ചതും ഇല്ല. ഞാൻ വെച്ചു നീ ഓക്കെ ശരിയെന്നാ. ശരിയെന്നാ. ഇവിടുത്തെ ഏറ്റവും ഒരു ബിസി ഫോട്ടോഗ്രാഫർ ആയിപ്പോയി. വ്ളോഗിന് വേണ്ടി ഒരു ഹായ്. ഹായ് ഹായ്. അല്ല അല്ല അല്ല, ആ
വളകാപ്പ് ചടങ്ങ് എന്ന് പറയുമ്പോൾ അമ്മയും ഭാവിയിലുള്ള കുഞ്ഞും അനുഗ്രഹീതരാകുവാൻ, ജീവിതം സന്തോഷഭരിതവും സുരക്ഷിതവുമായിരിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു ഫംഗ്ഷനാണ്. വളകളുടെ ശബ്ദം കുഞ്ഞിന് ആശ്വാസവും അമ്മയ്ക്ക് ശക്തിയുമായി മാറുന്നു എന്നാണ് വിശ്വാസം. ഓരോ വളയും അമ്മയ്ക്കുള്ള പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടെയും പ്രതീകമാണ്. സോ നമ്മളുടെ വളകാപ്പ് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ஸ்டைலும் அழகும் இன்னும் ஒன்ன விட்டு போகல. தேங்க்யூ. கூடவே பிறந்தது என்னைக்கும் போகாது. സോ ഞാനും ഹൻസുവും അമ്മുവും ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാൻസ് നമ്മൾ കളിച്ച് തുടങ്ങുമ്പോൾ. കളിക്കണോ നമ്മൾ ഡാൻസ്? കളിക്കണം. ഡബിൾ സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്ന്. അത് അശ്വിൻ്റെ അമ്മയും ആൻറ്റിയുടെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കോലാട്ടമാണ് ഡാൻസ്. ഫ്രണ്ട്സ് അല്ല, കൊച്ചുകുട്ടിയുണ്ടല്ലേ. ഇന്നൊരു കിഡിലും ഫുൾ മൂണാണ്. ആൻഡ് ഐ എം ഒബ്സസ്ഡ് വിത്ത് മൂൺ. എനിക്ക് സൺറൈസ് സൺസെറ്റിനെക്കാട്ടിലും ഐ ലൈക്ക് മൂൺ റൈസ്. അല്ലേ, മൂണൊരു വൈബാണ്. ഇവിടെയുള്ള എല്ലാ യങ്സ്റ്റേഴ്സ് ആൻഡ് എൽഡേഴ്സ് എല്ലാവരും ജോയിൻ ചെയ്യുക, ഡാൻസ് ചെയ്യുക, നമ്മുടെ ഈവനിങ് കുറച്ചും കൂടി മെമ്മറബിൾ ആക്കുക. താങ്ക് യു.
സോ പരിപാടിയൊക്കെ അടിച്ച് പൊളിച്ചു. അവസാനം DJ ആയിരുന്നു. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നേരത്തെ പോയി. എല്ലാവർക്കും എന്തൊക്കെയോ പരിപാടീസ് ഉണ്ടായിരുന്നു, അവിടെ എല്ലാവരും പോയി. സോ DJക്ക് ഞാൻ ഹൻസുൻ്റെയും അമ്മുൻ്റെയും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വൈകി. ദാറ്റ് വാസ് ഓൾസോ ഫൺ. എല്ലാവരും പോയി. ഇപ്പോൾ ഫാമിലി മാത്രമാണ് റിമൈനിങ്. ഇറ്റ് വാസ് എ വെരി നൈസ് പരിപാടി. ലക്കിലി ദ വെദർ വാസ് ഗ്രേറ്റ്. ചൂടുണ്ടായിരുന്നു, അഫ്കോഴ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ മഴയൊന്നും ഇല്ലായിരുന്നു. ഐ റിമെമ്പർ ഒരു 2-3 days മുന്നേ ഒരു ഇടിവെട്ട് മഴയുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഡാർക്ക് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ദൈവമേ ഇവിടെ മഴ പെയ്യും, ബിക്കോസ് ഇറ്റ്സ് ലിറ്ററലി കംപ്ലീറ്റ്ലി ഓപ്പൺ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇറ്റ് വാസ് എ വെരി നൈസ് പരിപാടി. എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടന്നു. ഫാൻ്റെ കുറച്ച് അനോയിങ് സൗണ്ട് ഉണ്ട്, അത് ഞാൻ മാറി നിൽക്കുന്നത്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ വെയർ ഓസി ഈസ് പ്രഗ്നന്റ്. ഇനിയുള്ള പരിപാടിയാണ് മേ ബി ഇനി എന്തെങ്കിലും കൂടെ കാണുമായിരിക്കും, ലൈക്ക് ബേബി ഷവർ സംതിങ്. അതല്ലാതെ ഇനി ബേബിയും കൂടെ ഉണ്ടായിട്ടായിരിക്കും ഇനിയുള്ള ഫംഗ്ഷൻ. we're all excited and looking forward. ഇന്നത്തെ എൻ്റെ ലുക്കിൽ ഐ എം റിയലി ഹാപ്പി. ഇന്ന് ആക്ച്വലി എൻ്റെ മേക്കപ്പ് വളരെ നല്ലതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഫുൾ വിയർത്തു ആൻഡ് കുറച്ച് കളർ. പക്ഷേ ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ് വിത്ത് മൈ ഐ മേക്കപ്പ് ആൻഡ് മൈ ബേസ് മേക്കപ്പ്. ആക്ച്വലി ഹൻസു ഒക്കെ ചോദിച്ചു എന്തായിട്ട്, ഐ വാസ് ലൈക്ക് ഐ ഡിഡ് ദാറ്റ്, ഐ ഡിഡ് ദിസ്. ഷീ കോപ്പീഡ് മീ obviously, but I like her copying me. It's cute. നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ട്, ബട്ട് നമ്മളെല്ലാവരും എടുക്കുന്നില്ല, കാരണം എല്ലാവരും ഒരേ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വി മൈ ടേക്ക് വൺ തിങ് ആൻഡ് ഗോ. ഫാമിലി മെമ്പേഴ്സ് കുറേ പേരുള്ളത് കൊണ്ട് ഐറ്റനിൽ ഒരു കൂട്ടം ആൾക്കാർ പോകുന്നു, ഇന്നോയിൽ ഒരു കൂട്ടം ആൾക്കാർ പോകുന്നു. നമ്മൾ സോണറ്റിൽ പോകാൻ പോകുന്നു. ഇതാണ് ഓസിയുടെ ഒരു ഭാഗ്യം. നമ്മൾ വീടെത്തിയതും മഴ തുടങ്ങുന്നു. നമ്മൾ കാറ് കയറിയതും മഴ തുടങ്ങി. മഴക്കോട് പോലും ഇല്ലായിരുന്നു. അത് ശരിക്കും ഓസിക്കൊരു ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ എപ്പോഴും പറയുവേ, ഇതിപ്പോൾ എൻ്റെ പരിപാടി, ഞാൻ മാത്രം എല്ലാവരും പറഞ്ഞത് എൻ്റെ പരിപാടിയായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ മഴ തോർന്നേനെ. സത്യം ഓസിയുടെ ടൈം നമ്മൾ അവിടെ നിന്നപ്പോൾ മഴ പെയ്തേനെ. പക്ഷേ ദിസ് ഇസ് ടു മച്ച്. നമ്മൾ കുറേ നേരം അവിടെ വെറുതെ ഇരുന്നപ്പോഴൊന്നും മഴ പെയ്യില്ല. നമ്മളെല്ലാം കഴിഞ്ഞ് വീടെത്തിയതും മഴ തുടങ്ങി ടൈം തന്നെ. അങ്ങനെ കുറേ നേരം നല്ല മഴ പെയ്തു. ഇപ്പം മഴ കുറച്ച് തോർന്നിട്ടുണ്ട്. എനിക്കിഷ്ടം ഒരു നല്ല പരിപാടി അല്ലെങ്കിൽ നല്ല കാര്യം കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നത് ഒരു ഹാപ്പി എൻഡിങ് പോലെയാണ്. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ. അടിച്ചു പൊളിച്ചു. രാവിലെ തൊട്ട് ഹസീനയുടെ ഭക്ഷണവും പിന്നെ ഈ പരിപാടിയും എല്ലാം കൊണ്ടൊരു പെർഫെക്റ്റ് ദിവസം തന്നെയായിരുന്നു. സിനിമാറ്റിക്. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ്. ഹായ്, ഞാൻ ബായ് പറയായിരുന്നു. നീ ഒരു രക്ഷയില്ല, നീ ഭയങ്കര സൗന്ദര്യമുള്ളത്. അയ്യോ, സോ പ്രീറ്റി. ഓ താങ്ക് യു, താങ്ക് യു. തിരിച്ചും പറയടാ, ഞാൻ കിടലുമാണ്. യു ആർ ഓൾസോ വെരി പ്രിറ്റി. അങ്ങനെയൊന്നും ഇല്ലടാ, എനിക്കങ്ങനെ തോന്നാറില്ല. എങ്കിലും നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അക്സെപ്റ്റ് ചെയ്യാല്ലേ? ഞാനിപ്പോൾ ആരെങ്കിലും പറയാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, കാരണം എനിക്ക് ഇഷ്ടം അങ്ങനെ പറയുന്നത്. സോ ഐ ആം ലൈക്ക് താങ്ക് യു. ഭയങ്കര സുഖമാടാ കേൾക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു. ഓക്കെ, റൈറ്റ്. യാ. അയ്യോ, ഭയങ്കര ഭംഗിയായിട്ട് തന്നെ കാണാൻ. മതി, ഒരിക്കൽ പറഞ്ഞാൽ മതി. താങ്ക് യു. ഈ ദേവസേനയുടെ ഓക്കെ 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 കുറച്ചുകൂടി. അപ്പൊ നീ അതനുസരിച്ച് തിരിച്ചിങ്ങോട്ട് പറയണം. ബാഹുബലിയുടെ ലുക്ക് ഉണ്ട്. കുറച്ചുകൂടി ലൗഡായിട്ട് പറയായിരുന്നു. കുഴപ്പമില്ല. താങ്ക് യു, വെൽക്കം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ഊരാൻ കുറച്ച് സമയം എടുക്കും. മേക്കപ്പ് ഒക്കെ ഊരാൻ കുറേ സമയം എടുക്കും. So hope you all enjoyed this video. Thank you so much for watching. See you all in my next vlog. Bye. അപ്പച്ചൻ്റെ മുടി ഉരുത്തരുവാണ്. ഹായ്.